വേണ്ടിയിട്ട് ഒരു വീല് കൊടുത്തിട്ടുള്ളൊരു കബോർഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വലിച്ച് തുറന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ സാധനങ്ങളൊക്കെ വെക്കാം. ഭയങ്കര കുസൃതിയുമാണ്. അങ്ങനത്തെ അയാൾ അഴുക്കാക്കിയാലും ഒക്കെ അത് ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ഫിനിഷിങ് ആണെങ്കിലും ഒക്കെ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ അത് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുമുണ്ട്, നന്നായിട്ട് നമുക്ക് ഉപകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ മുകളിലത്തെ നില വേറൊരു ഷെൽഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഗ്ലാസ് ഇട്ട് ഇതുപോലെ തന്നെ അത്യാവശ്യം ഷോയ്ക്കുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ തട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ നമ്മൾ ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഈ സൈഡിലും അതുപോലെ തന്നെ നമ്മൾ ഗ്ലാസ്സാണ് ചെയ്തിരിക്കുന്നത്. ടോപ്പിലും അതുപോലെ തന്നെ 2 ഡോറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അവിടെ 2 ഡോറായിട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഷെൽഫിനകത്തൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്താ അറിയാമോ, ഈ ഷെൽഫ് താഴെ മുകളിൽ നമ്മൾ ഒരേപോലെ തന്നെ ചെയ്തിട്ട് 2 സൈഡ് ഒരേപോലെ ഭംഗി വരുന്ന രീതിയിൽ ചെയ്തിട്ട് നമ്മളിതൊരു ഹൈഡ് ഷെൽഫായിട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിനകത്തൊരു ഗ്യാപ്പാണ് അകത്തോട്ട്. അപ്പോൾ ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീല് കൊടുത്തിട്ടുള്ളൊരു കബോർഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വലിച്ച് തുറന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. താഴെ നമ്മൾ ഡ്രോയാണ് ചെയ്തിരിക്കുന്നത്. താഴെ അത്യാവശ്യം വീതിയുള്ള ഡ്രോ ചെയ്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വെക്കുക, ഇതുപോലെ അടയ്ക്കുക, തെളി നീക്കുക, അടച്ചിടുക. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ചെയ്യുന്ന എല്ലാ ഷെൽഫിനകത്തും നമ്മൾ ഡബിൾ സൈഡാണ് ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിതെല്ലാം സാധാരണ 1 ഇഞ്ചിൻ്റെ ഫ്രെയിമിട്ടാണ് തട്ടടിക്കുന്നത്. നമ്മൾ എല്ലാ ഫ്രെയിമും ചെയ്തിരിക്കുന്ന 1.25 ഫ്രെയിമിട്ടാണ് നമ്മൾ തട്ടടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടെ ഹെവിയാണ് തട്ടുകൾ. ഡബിൾ സൈഡ് ഷീറ്റാണ്. ഫുള്ള് ഫ്രെയിം അലൂമിനിയം ഒന്നും കാണാത്ത രീതിയിലാണ് നമ്മളെല്ലാ തട്ടും എല്ലാം അടിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാ കബോർഡിനകത്തും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുന്നു. ഈ ഡോറും അടയ്ക്കുക. അടച്ചതിന് ശേഷം നമുക്കിങ്ങനെ തെള്ളി നീക്കണം. ഇതിങ്ങനെ തെള്ളി നേരെ ഹൈഡായി അവിടെ ഇരുന്നോളൂ. അപ്പം ആര് കണ്ടാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഈ റൂമിൽ ചെയ്തിരിക്കും. ഈ റൂമിൽ തന്നെ നമ്മൾ വേറൊരു ഷെൽഫും കൂടെ ഈ സൈഡിൽ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് ചെറിയ റൂമായത് കാരണം ഇതിനകത്ത് ഒരു ചെറിയൊരു സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നു. ആ സ്പേസിൽ നമ്മൾ ഇവിടെ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ നമ്മൾ ഷർട്ട് ഹാങ്ങി ഇടുന്ന ലിവർ ചെയ്തിട്ടുണ്ട്. ഷർട്ട് ഇവിടെ ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ എങ്കിലും നമ്മൾ ലിവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിനകത്തിടാം. അതുപോലെ തന്നെ നമ്മൾ താഴെ നമ്മൾ തുണിയൊക്കെ മടക്കി ഇടാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാൻഡ് 2 സൈഡിലായിട്ട് മടക്കിയിടാം. ഈ സൈഡിൽ 10 ഇടാം, ഇപ്പുറത്തെ സൈഡിലും 10 ഇടാം. 20 മടക്കിയിടാം. ഇതുപോലെ തെള്ളി കാത്തോട്ട് വെക്കാം. അതുപോലെ തന്നെ ഇത് കമ്പനി, ഇതെല്ലാം നമ്മൾ ഷെംട്രി എന്ന് പറയുന്നൊരു കമ്പനിയുടെ പ്രോഡക്റ്റാണ് ചെയ്തിരിക്കുന്നത്.